ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദിവികാരുണ്യ ഈശോയെ, അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളെ പൂർണ്ണമായും സമർപ്പിക്കുന്നു. വചനം കേൾക്കാനും ജീവിതത്തിൽ അത് ഏറ്റെടുക്കാനും ആനുപാതികമായൊരു ജീവിത നിലപാടുകൊണ്ട് വചനത്തിന് മാംസം ധരിപ്പിക്കാനുമുള്ള അഭിഷേകം തരിക. കഴിവോ യോഗ്യതകളോ അല്ല, കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചന നിമിഷങ്ങളിൽ അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങളിതായിരിക്കുന്നു. അമ്മ മാതാവേ, വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്തവളെ, ഉദരത്തിൽ വഹിച്ചവളെ, വചനത്തെ സ്വീകരിക്കാൻ തക്ക വിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണേ, രൂപാന്തരപ്പെടുത്തണേ. ഈശോയിലേറ്റവും സ്നേഹമുള്ളവരെ, എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-2 വചനം നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. സഹോദര സ്നേഹം നിലനിൽക്കട്ടെ, ആതിഥ്യ മര്യാദ മറക്കരുത്, അതുവഴി ദൈവദൂതരെ അറിയാതെ സത്കരിച്ചവരുണ്ട്. ഒരു മനോഹരമായ ഓർമ്മപ്പെടുത്തൽ. സഹോദര സ്നേഹത്തിൽ നിലനിൽക്കാൻ, ആതിഥ്യ മര്യാദ മറക്കാതിരിക്കാൻ, അങ്ങനെ ദൈവദൂതരെ സൽക്കരിക്കാനുള്ള ഒരു ശ്രദ്ധേയമായ ക്ഷണം. ജീവിതത്തിൽ നമുക്കൊക്കെ അനുകരിക്കാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. സഹോദരത്തിനൊക്കെ വില കൊടുക്കണോ എന്ന് ചോദ്യം, അയൽക്കാരൻ എൻ്റെ ശത്രുവാണ് എന്ന് കരുതണം എന്നൊക്കെ പറയുന്ന തത്വശാസ്ത്രം, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ ജീവിതത്തിനും വേണ്ടിയിട്ട് സ്വരുക്കൂട്ടാനുള്ള നെട്ടോട്ടത്തിൽ കഴിയുന്ന ഒരുപറ്റം ആളുകൾ എന്തോ നമ്മളൊക്കെ വിസ്മരിച്ചു പോവുകയാണ്. നമ്മൾ ഓരോരുത്തരും ആരുടെയൊക്കെയോ ഔദാര്യത്തിൻ്റെ ഭാഗമായി കിട്ടിയ ജീവിതത്തെ വഹിച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവരാണ്. ഇതിങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന് വലുതായി ഒടുങ്ങാനുള്ള ജീവിതമാണ് എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. നമുക്ക് ആർക്കും ഇങ്ങനെ ഒറ്റയ്ക്ക് വളർന്ന് വലുതാകാനാവില്ല. ചരിത്രത്താളുകളിൽ സ്മരിക്കപ്പെടുന്ന ജീവിതങ്ങളൊക്കെ അവനവന് വേണ്ടി ജീവിച്ചവരല്ലെന്നുകൂടെ ഓർമ്മിക്കണം. ചരിത്രത്തിലുടനീളം നമ്മൾ പരിശോധിച്ചാൽ ഒരു വ്യക്തിയും സ്മരിക്കപ്പെടുന്നത് അവനവന് വേണ്ടിയിട്ട്, അവൻ്റെ കുടുംബത്തിനും പങ്കാളിക്കും മക്കൾക്കും എന്തൊക്കെയോ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിനിടയിൽ വിജയപ്പെന്നിക്കൊടി പാറിച്ചവരൊന്നുമല്ല. ഒരു ദേശത്തിനു വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നിലപാടെടുത്തവരാണ് ജീവിതത്തിൽ ഈ അനുഗ്രഹത്തിൻ്റെ നിലയിലേക്ക് എത്തിയത്. കൃത്യമായിട്ട് ഓർമ്മിച്ചു കൊള്ളണം. മക്കളില്ലാത്തൊരു സഹോദരി ക്രിസ്ത്യൻ ശുശ്രൂഷയോട് ബന്ധപ്പെടുത്തിയ വിളി കിട്ടിയ കഥ പറഞ്ഞത് ഓർമ്മിക്കാനുണ്ട്. മക്കളില്ലാത്ത തന്നെ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ശുശ്രൂഷയുടെ ഭാഗമായിട്ട് വിളിച്ചു എന്ന് ഈ സഹോദരി ചോദിച്ചപ്പം തമ്പുരാൻ പറഞ്ഞു കൊടുത്തത്, നിനക്കൊരു പക്ഷേ മക്കളില്ലാതിരുന്നതിന് പോലും ദൈവത്തിനൊരു നിയോഗമുണ്ട്. മറ്റൊന്നുമല്ല, ഈ ചുറ്റുപാടുമുള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ തീക്ഷ്ണതയോടുകൂടിയിട്ട് സേവനം ചെയ്യാൻ സദാ സന്നദ്ധമായ ഒരു ശരീരവും ഒരു മനസ്സും ഒരാത്മാവുമായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. സഹോദരി പറയാം, ഈ ഒരു ഉൾവിളി കിട്ടിയ ശേഷം അച്ഛാ പിന്നെ എന്തൊരു തൃപ്തിയാണെന്നറിയണ്ട ജീവിതത്തിൽ. അപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പം, അവർക്ക് വേണ്ടിയിട്ട് സമയത്തിൻ്റെ, കഴിവിൻ്റെ, സമ്പത്തിൻ്റെ, സാധ്യതയുടെ ഒരു പങ്കുവെക്കൽ നടത്തുമ്പം നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് വല്ലാത്തൊന്ന്. ചില ആളുകളൊക്കെ ജീവിതത്തിൽ എന്തുമാത്രം ആർജിച്ചിട്ടും, സമ്പത്തായിട്ടോ സ്ഥാനമാനങ്ങളായിട്ടോ കഴിവായിട്ടോ ഒരുപിടി ആർജിച്ചിട്ടും അവർ ജീവിതത്തിൽ തൃപ്തരാകുന്നില്ലെന്ന് മാത്രമല്ല, കാരുണ്യപ്രവർത്തികളോടൊക്കെ ബന്ധപ്പെടുത്തിയ പഠനം പോലും പറയുന്നത്, ഒരു വ്യക്തി കാരുണ്യപ്രവർത്തികൾ ചെയ്യുമ്പം തനിക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച്, ക്രിസ്തു പറഞ്ഞതുപോലെ തിരികെ വിളിക്കില്ലെന്നും തിരിച്ചു തരാനാവില്ലെന്നും ഉറപ്പുള്ള ഇടങ്ങളിലെ നിക്ഷേപങ്ങൾക്ക് സ്വർഗം കൊടുക്കുന്ന സമ്മാനം അസുലഭമാണ് എന്ന് ക്രിസ്തു പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാരുണ്യപ്രവർത്തികളെ വളരെ ബോധപൂർവകമായിട്ട് ചെയ്യുമ്പം അവൻ്റെ ശരീരത്തിൽ എല്ലാ തരത്തിലും ഹോർമോൺ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും പ്രതിരോധശേഷി വർദ്ധിക്കുകയും പ്രതികൂലതകളെ അതിജീവിക്കാൻ കഴിയുന്ന കരുത്തുണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു. ഇതൊക്കെ പഠനങ്ങളാണ് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം. അപ്പം നമ്മൾ ഈ സഹോദര സ്നേഹത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ജീവിതത്തിൽ നിലപാട് സ്വീകരിക്കണം. എൻ്റെ സഹോദരൻ എന്നിലൂടെ അനുഗ്രഹം പ്രാപിക്കേണ്ടവനാണ് എന്ന അവബോധങ്ങളെ ആഴത്തിൽ ഉള്ളിൽ പതിപ്പിക്കണം.
ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ കിട്ടിയ ഒരു ദർശനം എന്നെ വല്ലാണ്ട് മാനസാന്തരപ്പെടുത്തിയെന്ന് പറയാം. ഈ ഹോട്ടലിലൊക്കെ നമ്മൾ ചെന്നിട്ട് ഭക്ഷണം കഴിച്ച് ചില ആളുകളൊക്കെ വളരെ വികൃതമാക്കിയിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഇനി ഒരാൾക്ക് ആ ദേശത്തൂടെ പോലും കടന്നു പോകാനാവാത്ത വിധം മലയാളി അക്കാര്യത്തിൽ ഏറ്റവും പ്രാമുഖ്യത്തിലാണ്. കല്യാണ വീട്ടിലൊക്കെ ചിലരിങ്ങനെ വളരെ അലക്ഷ്യമായിട്ടും സങ്കടം വരുന്ന വിധം ആവശ്യത്തിലധികം എടുക്കുകയും തന്നിഷ്ടം പോലെ വലിച്ചുവാരിയിടുകയും പിന്നെ മേശപ്പുറത്ത് നമ്മുടെ ഈ സെൽഫ് സെർവിങ്ങിന് വേണ്ടി കൊണ്ടുവച്ചതിനകത്തൊക്കെ സ്പൂണ് മാറ്റിയിട്ടും അതങ്ങനെ മൊത്തം ഒരു ക്രമരാഹിത്യത്തിൻ്റെ ഇടമുണ്ടാക്കിയിട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞ ആന കരിമ്പും കാട്ടി കയറി ഇറങ്ങണത് പോലെ എവിടുന്നോ മലയാളി പഠിച്ചൊരു സംസ്കാരത്തിൻ്റെ വികലമാക്കപ്പെട്ട ഒരു വികൃത രൂപമാണത്. അങ്ങനെ കഴിയുന്നവരെ കണ്ടിട്ടുണ്ട്. ഈ വായന എന്നെ അത്ഭുതപ്പെടുത്തിയത്, നീ എവിടെയായിരുന്നാലും ഊട്ടുമേശ വിട്ട് ഇറങ്ങുമ്പം മനസ്സിൽ ഓർമ്മിക്കേണ്ടത് നിനക്കേറ്റവും പ്രിയപ്പെട്ട നിൻ്റെ അമ്മയോ നിൻ്റെ പെങ്ങളോ നിൻ്റെ ജീവിത പങ്കാളിയോ നിൻ്റെ സഹോദരനും നിൻ്റെ സഹോദരിയുമാണ് ഈ ടേബിള് വൃത്തിയാക്കാൻ നിൻ്റെ പുറകെ വരുന്നത് എന്ന ഒരൊറ്റ ചിന്ത മതി നിൻ്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തും. പുറകെ വരുന്നവൻ എൻ്റെ സഹോദരനാണ് എന്നൊക്കെ ചിന്തിക്കാൻ കഴിയുന്ന കയൻ ആബേലിനെ കൊന്നിട്ട് വളരെ നിർമ്മമതയോടുകൂടിയിട്ടിരിക്കുമ്പം തമ്പുരാൻ്റെ ചോദ്യം ഉൽപ്പത്തി 3:4-9 നമ്മൾ വായിച്ചിട്ടുണ്ട്. കായേൻ നിൻ്റെ സഹോദരൻ എവിടെ? കാവൽക്കാരനാണോ എന്നൊക്കെ ചോദിച്ച് ഒഴികഴിവ് പറയാനായിട്ട് ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമം നടത്തുന്ന കായേനോട് തമ്പുരാൻ കൃത്യതയോടുകൂടിയിട്ട് ദൈവം പറയുന്നുണ്ട്, സഹോദരൻ്റെ കാവൽക്കാരൻ തന്നെയാണ്. സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ. നമ്മൾ ഓരോരുത്തരും ഈ സാഹോദര്യത്തെ, ഈ സഹോദര സ്നേഹത്തെ കൂടുതൽ ഊഷ്മളമാക്കാനായിട്ട് ഊർജമുള്ളതായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണം. ഒരു പ്രവാസികളെ കൊണ്ട് ലോകം വീർപ്പുമുട്ടുന്നൊരു കാലമാണ് യുക്രൈൻ റഷ്യ യുദ്ധം. എത്രമാത്രം ജീവിതങ്ങളാണ് അതുമൂലം ദുരിതത്തിലൂടെ കടന്നുപോയത്. ഒരു രാഷ്ട്രീയ അധികാരിയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രാജ്യങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്സ്, അതുമൂലം ലോകത്തിലെ ഒരുപടി രാജ്യങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ സങ്കല്പിക്കാൻ കഴിയാത്ത വിധമുള്ള സഹന സങ്കട അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പ്രകൃതിയാണ് ഇത്തരം വികൃതി കാണിക്കുന്നത് എങ്കിൽ നമുക്ക് തെല്ലൊന്ന് ആശ്വസിക്കാനായിട്ട് വകയുണ്ട്. തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായി, നമുക്കറിയാം. അതൊരു പ്രകൃതിയുടെ പ്രത്യേകമായിട്ടുള്ള പ്രവൃത്തിയാണെന്നെങ്കിലും കരുതാം. ഇത് മനുഷ്യനവൻ്റെ സ്വാർത്ഥത കൊണ്ട് എൻ്റെ സഹോദരനാണ് അയൽവക്കത്ത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ അവനെ ശത്രുവായി മാത്രം കാണുന്ന ഒരു സംസ്കാരം, പ്രിയപ്പെട്ടവരെ, എന്തൊരു അപകടകരമായ സംസ്കാരമാണ്. ഇത്തരം സംസ്കാരത്തിൻ്റെ മുമ്പിൽ ഒരു വിശ്വാസി, ഒരു ക്രിസ്ത്യാനി ജീവിതത്തിൽ എന്നും എപ്പോഴും എടുക്കേണ്ട ഒരു നിലപാട്, എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വിട്ടതാകാം ഇവൾ എന്ന് തിരിച്ചറിവ്. അതുകൊണ്ട് ആദരവോടെ മാത്രമേ സഹോദര ജീവിതങ്ങളെ കാണാനാവൂ എന്നറിയണം. ഇന്നേ ദിവസം എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു തിരഞ്ഞെടുത്തു പറഞ്ഞയക്കുന്ന ജീവിതങ്ങളാണ് എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നത്. അത് വലിയവനോ ചെറിയവനോ ആകാം. എന്നെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിലൊക്കെ ഒരു കുടുംബ സമ്മേളനം നടക്കുമ്പം എല്ലാവരോടും എന്തോരം ആദരവോടെ പെരുമാറണം, അത്രയും ആദരവോടെ പെരുമാറണം ഒരു ചിന്തയാണത്, മറ്റൊന്നിനുമല്ല. ഇക്കൂട്ടത്തിൽ നമ്മൾ കൽപ്പിക്കുന്ന വലുപ്പം അത് മാനുഷികമായ വലുപ്പമാണ്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് വലുതാണോ എന്ന് പോലും നമുക്കറിയില്ല. ഇക്കൂട്ടത്തിൽ ഒട്ടും വലുപ്പമില്ല എന്ന് കരുതുന്ന ചില ആളുകൾക്കൊക്കെ അനുഗ്രഹിക്കാനായിട്ട് സ്വർഗം അവകാശം കൈമാറിയിട്ടുണ്ടാവാം. അതാണ് ഈ സഹോദര സ്നേഹത്തോട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ മനസ്സിൽ കുറിക്കേണ്ടത്. മറ്റൊന്ന്, ആതിഥ്യ മര്യാദ മറക്കരുത്. അതിഥി ദേവോ ഭവ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അതിഥികളോട് അത്ര ആദരവോട് കൂടിയിട്ട് സംസാരിക്കുന്ന ഒരു സംസ്കാരം. ചില ആളുകൾക്കൊക്കെ അത് വളരെ കൃത്യമായിട്ടറിയാം. എനിക്കൊരു സുഹൃത്തുണ്ട്, ഹൈന്ദവനായ ഒരു ചെറുപ്പക്കാരനാണ്. ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാണ്. അവൻ്റെ ഒരു പ്രത്യേകത എന്നൊക്കെ പറഞ്ഞാൽ ഏത് ദേശത്ത് ചെന്നാലും അവിടെയുള്ള ആളുകളുമായിട്ട് എത്ര വേഗത്തിലാണെന്നോ അവൻ ഇൻറ്ററാക്ട് ചെയ്തിട്ട് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഇന്നും ഓർത്തിരിപ്പുണ്ട്. ഞങ്ങളുടെ ബാച്ച്മേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ വിവാഹബന്ധം വേർപെടാൻ തക്ക വിധം കലഹത്തിലായ ഒരു കുടുംബത്തെ കാണാൻ വേണ്ടി പോകുന്ന വഴിയിൽ വെറുതെ അവിടെ വഴിയോർത്ത് നിൽക്കുന്ന ഒരു കൊച്ചിനോട്, ഒരു ചെറിയ 6-7 വയസ്സുള്ള കുട്ടിയോട് ഇവൻ വർത്തമാനം പറഞ്ഞ് വിശേഷങ്ങൾ ചോദിച്ച്, ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് മടങ്ങി വരും മുമ്പേ അവരെവിടത്തുകാരാണെന്ന് കണ്ടുപിടിച്ചിട്ട് അവൻ എന്നോട് പറയാം, നമ്മുടെ നാട്ടുകാരാണ്, ഞാനാണെങ്കിൽ വെറുതെ കടന്നു പോകുള്ളൂ. ചില ആളുകൾക്ക് ഇത് ദൈവം കൊടുത്ത പ്രത്യേകമായ വരമാണ്. അതിഥിയെ
വളരെ കരുതലോടെ കാണുന്ന സംസ്കാരം ഇന്നും ഓർത്തിരിപ്പുണ്ട്. പനക്കലച്ചൻ്റെ കൂടെയൊക്കെ UK ധ്യാനത്തോട് ബന്ധപ്പെടുത്തിയിട്ട് ചെന്നപ്പം കോവിഡ് കാലത്ത് ജീവിച്ച ഓർമ്മകളൊക്കെ മനസ്സിലുണ്ട്. എന്തുമാത്രം ആദരവോട് കൂടിയിട്ടാണെന്നോ അതിഥികളെ അവർ സ്വീകരിക്കുന്നത്. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറയുമ്പം അതിനോട് തെല്ലും മുഖം കറുക്കാതെ, മുഖം കറുക്കുന്നില്ലെന്നും മാത്രമല്ല, അതിനെ എന്തൊരു കരുതലോട് കൂടിയിട്ടാണ്, ഏറ്റവും ആദരിക്കപ്പെടേണ്ട ഒരു വ്യക്തിയോട് കാണിക്കുന്ന അമിത ശ്രദ്ധയോട് കൂടിയിട്ട് അത്രയ്ക്കു ഗൗരവത്തോടുകൂടെ അതിഥികളെ ആദരവോടെ കാണുന്ന ഒരു സംസ്കാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണം. പണ്ടൊക്കെ നമ്മുടെ വീടിൻ്റെ വാതിൽ പോലും അങ്ങനെയായിരുന്നു. അതിൻ്റെ ഈ നാലുപാളിയുള്ള വാതിലുകൾ ഒരിക്കലും അതിൻ്റെ മേൽപ്പാളികൾ അടച്ചിരുന്നില്ല. ആർക്കും അകത്ത് പ്രവേശിക്കാൻ തക്ക വിധം അത് തുറവയുള്ളതായിരുന്നു. ഇന്നിപ്പം വലിയ മതിലും അതിനപ്പുറം അതിനേക്കാൾ വലിയ ഗേറ്റും ഒക്കെ പണിതിട്ട് ആരെങ്കിലും നോക്കിയാൽ പോലും ഒന്നും കാണാനിടയാവാത്ത വിധം അടച്ചുപൂട്ടപ്പെട്ട മനസ്സ് പോലെ തന്നെ, നമ്മുടെ മനോഭാവങ്ങൾ പോലെ തന്നെ, ആരും കയറണ്ട, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്നൊക്കെ ബോർഡ് എഴുതിയും മനസ്സുകൊണ്ട് ബോർഡ് വെച്ചുമൊക്കെ ആളുകൾ കഴിയുന്ന ഒരു സംസ്കാരം. അവിടെ നിന്ന് നമ്മൾ പിന്നെയും വളരണം. ദൈവദൂതന്മാരെയാണ് നമ്മൾ അതുവഴി ആദരിക്കുന്നത് എന്നൊക്കെയാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അത് പഴയ നിയമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നതും. ദൈവദൂതന്മാരായിട്ട് എൻ്റെ മുൻപിലൂടെ കടന്നു പോകുന്നവരെ കാണാനാവുക എന്നൊക്കെ വെച്ചാൽ എന്തൊരു മഹാത്ഭുതമാണ്. കടന്നു പോകുന്ന ഒരു ജീവിതത്തിന് പോലും എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ല എന്ന ഒരു ധാരണ അത് ഉപേക്ഷിക്കണം. എന്തൊക്കെയോ അവർക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്തു പൂർത്തിയാക്കാനായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആളുകളിങ്ങനെ വെറുതെ കടന്നു പോകുന്ന വഴിയിലുള്ള സൗഹൃദങ്ങൾ കൊണ്ട് പുണ്യം സ്വീകരിച്ചവർ. വിദേശത്ത് തൊഴിൽ അന്വേഷിച്ച് നടന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഏറെ കൊതിയോടുകൂടിയിട്ട് പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും അതിനുവേണ്ടി സന്നദ്ധമാവുകയും ഒക്കെ ചെയ്യുമ്പം ഒരു ട്രെയിൻ യാത്രക്കിടയിൽ വെറുതെ പരിചയപ്പെട്ട ഒരു ജീവിതം അദ്ദേഹത്തെ തൊഴിലിന് വേണ്ടി കൂട്ടിക്കൊണ്ടുപോയി ഇന്ന് അദ്ദേഹം ജീവിതത്തിൽ വിജയവെന്നിക്കൊടി പാറിച്ചതിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ആത്മീയ വിചാരത്തിൻ്റെ പിന്നാമ്പുറമായിട്ട് ആത്മീയ ഗുരുക്കന്മാർ പറയണത് ഒരു പ്രവാസിയുടെ മനസ്സുണ്ട്. നമ്മൾ ഓരോരുത്തരും ബൈബിളുടനീളം ഒരു പ്രവാസിയുടെ കഥയാണ് പറയണേ. പ്രവാസ ജീവിതത്തെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ മലയാളിക്ക് നന്നായിട്ട് മനസ്സിലാവും. മലയാളിയുടെ ജീവിതം പല കാലഘട്ടങ്ങളിലായിട്ടിങ്ങനെ മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഇങ്ങനെ പ്രവാസമായിട്ട് കുടിയേറ്റമായിട്ട് കേരളത്തിൻ്റെ മലബാർ മേഖലയിലേക്കും വയനാട്ടിലേക്കുമൊക്കെ പോവുകയും പിന്നീട് അതും കടന്ന് കർണാടകത്തിലും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പോവുകയും അങ്ങനെ ഒരു പ്രവാസിയുടെ മൈൻഡ് സെറ്റ്, ഒരു മനോഭാവം മലയാളിക്കുണ്ട്. ഈ പ്രവാസികളുടെ മൈൻഡ് സെറ്റിനെ കുറിച്ച് വായന എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവൻ കടന്നു പോകുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്ന സോ കോൾഡ് ലളിതമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു സൊഫസ്റ്റിക്കേറ്റഡ് എന്ന് വിളിക്കാവുന്ന ഒരു വഴിയിലൂടെ ഒന്നുമല്ല. ഏറെ പെയിൻഫുള്ളായ അനുഭവത്തിലൂടെ. ഇപ്പോഴാണല്ലോ സഞ്ചാരമൊക്കെ ഇത്ര എളുപ്പമുള്ളതായി മാറിയത്. പണ്ടൊക്കെ ഇങ്ങനെ കള്ളവണ്ടി കയറിയും ഒരുപാട് കഷ്ടപ്പെട്ടും റെയിൽവേ സ്റ്റേഷനിലെ വെള്ളം കുടിച്ചും ഏതെങ്കിലുമൊക്കെ അമ്പലത്തിലോ മോസ്കിലോ ഒക്കെ കിട്ടിയിരുന്ന ദാനമായി കിട്ടിയ അന്നം സ്വീകരിച്ചും അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ജീവിതം ഇങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തൊരു സഹനത്തിലൂടെ കടന്നുപോയ ഒരു പ്രവാസ ജീവിതത്തിൻ്റെ ഓർമ്മകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് വേണം ഈ വചനത്തെ മനസ്സിലാക്കാൻ എന്നാണ് ആത്മീയാചാര്യന്മാർ പറയണത്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹം വളരുകയും ആതിഥ്യമര്യാദ വർദ്ധിക്കുകയും ഈ ദൈവദൂതരെ ആദരവോടെ സ്വീകരിക്കുന്ന സംസ്കാരത്തെക്കുറിച്ചുള്ള അവബോധങ്ങൾ കൊണ്ട് നമ്മൾ നിറയുകയും ഒക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ അഭയാർത്ഥികളെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ നൊമ്പരം വല്ലാണ്ട് ഉള്ളിൽ പേറുന്നവന്. ഓരോ വിശ്വാസിയും നോമ്പുകാലത്തെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പങ്കുവച്ചപ്പം ഈ കോവിഡിന് മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. നീ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പം ഒരു നാണയം ഒരു പാവപ്പെട്ടവന് കൊടുക്കുമ്പം നീ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവൻ്റെ കരങ്ങളിൽ തൊട്ടുകൊണ്ട് കൊടുക്കണം. ലളിതമെന്നൊക്കെ നമുക്ക് തോന്നും, ചുമ്മാ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുകയല്ല. നീ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് അവൻ്റെ കരങ്ങളിൽ സ്നേഹത്തോടു കൂടിയിട്ടൊന്ന് സ്പർശിച്ചിട്ട്, എന്നുവെച്ചാൽ അവൻ നിൻ്റെ അതിഥിയാണ് എന്ന്, ആദരിക്കപ്പെടേണ്ടവനാണ് എന്ന്, മലാഖ സമാനമായിട്ടുള്ള ജീവിതമാണ് എന്ന് ഉള്ളിൽ തട്ടിയ ബോധ്യത്തിൻ്റെ പിൻബലത്തിൽ നീ അവനോട് അവളോട് ആദരവ് കാണിക്കുമ്പം നീ അറിയാതെ നിൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു നീർച്ചാൽ തുറക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, അഭയാർത്ഥികളോടൊക്കെ ഏറെ ആദരം കാണിക്കണമെന്ന് പറഞ്ഞ അതേ ഫ്രാൻസിസ് മാർപ്പാപ്പ ആ ഒരു അഭയാർത്ഥി മാർപ്പാപ്പ പറയുന്ന ചിന്ത അത് തന്നെയാണ്. നീയും ജീവിതത്തിൽ
നിന്റെ പൂർവികരുമൊക്കെ ഈ അഭയാർത്ഥികളുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് നിനക്കവിടെ ക്രെഡിറ്റ് എന്ന് അവകാശപ്പെടാൻ ഒന്നുമില്ല. നിനക്കും ഇതേ അനുഭവങ്ങളുണ്ട്. ബൈബിളിൽ അബ്രാഹം, അതുപോലെ തന്നെ ആദിമാതാപിതാക്കൾ, ഇവരൊക്കെ ശിഷ്യജീവിതങ്ങളൊക്കെയും ഇത്തരം അഭയാർത്ഥി അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 18:36 ഓർമ്മപ്പെടുത്തും. ക്രിസ്തുവിൻ്റെ പഠനങ്ങൾ വളരെ വ്യക്തമാകണമെങ്കിൽ നാം ഉള്ളിൽ കുറിക്കേണ്ടത് എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് വെച്ചാൽ സോക്കോൾഡ് സ്ട്രക്ചറൽ ഒരു രാജ്യത്തെക്കുറിച്ചല്ല ഈശോയുടെ പഠനങ്ങൾ മുഴുവനും. എപ്പോഴും ഈശോയുടെ പഠനം ഐഹികമല്ലാത്ത ഒരു രാജ്യത്തെക്കുറിച്ച്. നമ്മൾ ഈ ഭൂമി, ഈ ദേശം ഒരു താൽക്കാലിക വാസ ഇടമാണ് എന്ന അവബോധത്തോടു കൂടിയിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഈ പ്രവാസികളുടെ ആത്മീയതയെ ഒന്ന് മനസ്സിലാക്കുമ്പം ഒരു 3-4 കാര്യം മനസ്സിൽ കുറിക്കണം. നല്ലതാണ്. പ്രവാസികളൊക്കെ ജീവിതത്തിൽ കടന്നുപോയതും ഇന്നും പ്രവാസ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിൽ അനുഭവിക്കുന്നതും ഇതിനോട് സമാനമാണ് എന്നതുകൊണ്ട് ഓർമ്മയിൽ സൂക്ഷിക്കണം. ഒന്നാമത്തെ കാര്യം, പ്രവാസത്തിനുണ്ടായിരുന്ന വല്ലാത്തൊരു ചങ്കുറപ്പ്. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന, ഏത് പ്രതികൂലതയിലും കരുത്തോടു കൂടിയിട്ട് അതിജീവിക്കാൻ കഴിയുന്ന ഒരു അസാമാന്യമായ ബലം ചിന്തിക്കാൻ പോലും ആവില്ല. നമ്മൾ ഈ നാളുകളിലൊക്കെ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പം വൈദ്യശാസ്ത്രത്തിനും ആരോഗ്യശാസ്ത്രത്തിനും അല്ലെങ്കിൽ മനഃശാസ്ത്രത്തിനും ഒന്നും പിടികിട്ടാത്ത വിധം ചില ജീവനങ്ങളിങ്ങനെ ഈ തകർന്നടിഞ്ഞ കെട്ടിടത്തിനിടയിൽ ദിവസങ്ങളോളം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് അസാമാന്യമായ ചങ്കുറപ്പുണ്ട്. ഈ പ്രവാസികൾക്കുള്ളത് അസാമാന്യമായ ഒരു ചങ്കുറപ്പ്. പഴയ കാലത്തിൻ്റെ കഥയാണ് പറയണേ. അതുകൊണ്ട് ഈ ചങ്കുറപ്പോടുകൂടെയിട്ട്, നല്ല ബലത്തോടു കൂടെയിട്ട് എന്തിനേയും ഏതിനേയും അതിജീവിക്കാൻ കഴിയുന്ന ബലമുള്ള ഒരു പ്രവാസത്തിൻ്റെ മനസ്സ്. ബോബിയച്ചൻ്റെ ഒരു മനോഹരമായ കുറിപ്പുണ്ട്. കുടുംബത്തിലേക്ക് 10-14 കൊല്ലം കൂടി ഗൾഫിൽ നിന്നും അവധിക്ക് വരുന്നൊരു മനുഷ്യൻ ഉള്ളതെല്ലാം കെട്ടിപ്പറുക്കി ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരുമ്പം ചെറിയൊരു കടത്തുവള്ളത്തിൽ പോകുന്ന വഴിയിൽ, മഴക്കാലമാണെന്ന് കരുതിക്കോളൂ, വല്ലാണ്ട് വള്ളം ഇങ്ങനെ ആടി ഉലയുന്നുണ്ട്. ഈ തുഴക്കാരൻ ഇയാളോട് ചോദിച്ചു, നീന്തലറിയാമോ എന്ന് ചോദിച്ചു. അറിയില്ലെന്ന് അയാൾ പറയാണ്. എന്നാൽ പിന്നെ എന്താവും, അറിഞ്ഞുകൂടാ, അത്ര പന്തിയല്ലാത്ത ഒരു അവസ്ഥയാണ്. എങ്കിലും അപ്രതീക്ഷിതമായിട്ട് ഈ വള്ളം മറിയുന്നു. വള്ളം മറിഞ്ഞ് രണ്ടുപേരും എങ്ങനെയൊക്കെയോ തീരമണയാനായിട്ട് വെപ്രാളപ്പെടുന്നു. ഈ വള്ളക്കാരനേക്കാൾ മുമ്പ് ഈ പാവം മനുഷ്യൻ തൻ്റെ ഭാണ്ഡക്കെട്ടുമായിട്ട് തീരത്തെത്തിയപ്പം ഈ വള്ളക്കാരൻ ചോദിക്കുകയാണ്, താങ്കളല്ലേ പറഞ്ഞ് നീന്തൽ അറിയില്ലെന്ന്. ഇദ്ദേഹം പറയുകയാണ്, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൊട്ടിമുട്ടിക്കാനുള്ള വ്യഗ്രതയിൽ, എങ്ങനെയെങ്കിലും തീരമണയാനുള്ള വെപ്രാളത്തിൽ ഞാൻ കൈയും കാലും ഒക്കെ ഇട്ട് അടിച്ചോളൂ, എനിക്ക് നീന്തലൊന്നും അറിയില്ല, ഞാൻ തീരത്തെത്തി. ഇതാണ് ഈ ചങ്കുറപ്പെന്നൊക്കെ പറയുന്നത്. വീണ്ടും രണ്ടാമത്, പ്രവാസ ജീവനം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ തന്നെ ഏൽപ്പിച്ചവരെയും ഏൽപ്പിച്ചതിനെയും കുറിച്ചുള്ള ഒരു ചിന്ത. സ്വന്തം കാര്യം മാത്രമല്ല, അവനവന് വേണ്ടി മാത്രമല്ല, അവനവന് വേണ്ടി മാത്രം ജീവിക്കാനാണെങ്കിൽ, ഒരു ചാൻ വയറ് നിറയാൻ വേണ്ടി മാത്രമാണ് അധ്വാനിക്കുന്നതെങ്കിൽ എത്ര ലളിതസുന്ദരമായിട്ട് ജീവിതത്തെ ആർമാദിച്ച് തീർക്കാമായിരുന്നു. എല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടുക, ഏറെ രാത്രി വൈകിയും പണിയെടുക്കുക, ഓവർ ഡ്യൂട്ടി ചെയ്യുക, ഇങ്ങനെയുള്ള പണികളിലൂടെയൊക്കെ കടന്നു പോകുമ്പം കൺമുൻപിൽ ഇങ്ങനെ കുറേ ജീവിതങ്ങളുണ്ട്, കുറേ ഒട്ടിയ വയറിൻ്റെ ഓർമ്മകളുണ്ട്, വല്ലാണ്ട് സങ്കടപ്പെടുന്ന ഒരുപടി ജീവിതാനുഭവങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഇത്തരം ചിന്തകളെ ഒന്ന് ധ്യാനമാക്കണം. നമ്മൾ പലപ്പോഴും കാണുന്നതും മനസ്സിലാക്കുന്നതുമൊക്കെ ഇപ്പോൾ വളർന്ന് എത്തി നിൽക്കുന്ന ഒരു കഥയാണ്. അതുകൊണ്ട് നമുക്ക് ചവിട്ടുപടികളായി മാറിയ മനുഷ്യർ സത്യത്തിൽ നമ്മളെ ഓർത്ത്, കുടുംബത്തെ ഓർത്ത്, പങ്കാളിയെയും മക്കളെയും ഓർത്തിട്ട് അവർ കടന്നുപോയ ജീവിതത്തിൻ്റെ കാണാക്കയങ്ങൾ, അതൊന്നും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. തമ്പുരാൻ പോലും ഒരു പ്രവാസിയായിരുന്നില്ലേ? സത്യത്തിൽ ഈജിപ്തിലേക്കുള്ള പ്രയാണത്തിൽ യോസേപ്പിതാവും പരിശുദ്ധയമ്മയുമൊക്കെ ഈ കുരുന്നു ജീവിതത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ട് കടന്നുപോയത് സങ്കല്പാതീതമായിട്ടുള്ള സഹന വഴികളിലൂടെയാണ്. അത്രയും ദൂരം യാത്ര ചെയ്തോ എന്നൊക്കെ ചരിത്രം സംശയത്തോടുകൂടെ പറയുമ്പം ഈ അസാമാന്യമായ ഉൾക്കരുത്തുള്ള ജീവിതങ്ങളോട് ദൈവം കാണിക്കുന്ന അതുല്യമായ ഇടപെടൽ, അതുമാത്രമാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് മനസ്സിലാക്കേണ്ടത്. ഇത്രയും കിലോമീറ്റർ അവർ നടന്നു പോയോ, വണ്ടി വിളിച്ചു പോയോ, ഇതൊന്നും നമ്മുടെ വിഷയമല്ല. ഒരാത്മീയ കണ്ണിൽ ഇതിനെ വായിച്ചെടുക്കുമ്പം ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി, ഏതു സഹനങ്ങളെയും ഏറ്റെടുക്കാൻ തക്ക വിധമുള്ള ഒരു ലക്ഷ്യബോധം, എന്ന് വെച്ചാൽ ഞാൻ ആർക്കു വേണ്ടിയോ ആർക്കൊക്കെയോ വേണ്ടിയോ ജീവിക്കുന്നു എന്നുള്ള ബോധ്യം ശക്തമായിട്ടുള്ളിലുണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഉപരി നന്മ ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവാസികൾ അല്ലെങ്കിൽ പ്രവാസം ഉണ്ടായത്. ഈ പരിമിതപ്പെട്ട ഒരു ജീവിത സാഹചര്യത്തിൽ ജീവിക്കേണ്ടതിന് പകരം കുറേയും കൂടെ മെച്ചപ്പെട്ട ജീവിതം. പണ്ടൊക്കെ
ഈ കോട്ടയം ഭാഗത്ത് നിന്ന് മലബാറിലേക്ക് കുടിയേറിയത് കൂടുതൽ സ്വത്തുണ്ടാക്കാം, സമ്പത്തുണ്ടാക്കാം, മക്കൾ കുറേ പേരുണ്ടല്ലോ, അവർക്ക് പണിയെടുക്കാൻ ഇടമുണ്ടാകും എന്ന ചിന്തയിലാണ്. പിന്നീട് അങ്ങോട്ട് വിദേശത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ പോയത് കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ധ്യാനമാക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് ഉൽപ്പത്തിയുടെ 32:9 വചനം പറയും, അന്ന് അവർ ജോർദാൻ കടക്കുമ്പോൾ ഊന്നുവടിയല്ലാതെ യാതൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതാ ഞാൻ 2 സംഘമായിട്ട് വളർന്നിരിക്കുന്നു. ഉൽപ്പത്തി 32-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 12 വരെയുള്ള വചനത്തിൽ യാക്കോബ് പറയാണ്, ഈ ജോർദാൻ കടക്കുമ്പോൾ ഊന്നുവടിയല്ലാണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വലിയ സംഘങ്ങളായി മാറിയിരിക്കുക. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവർ ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടത് കൊണ്ട് അവരെന്തൊക്കെയോ നേടിയിട്ടുണ്ട്. അതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ മറക്കരുത്, മനസ്സിൽ കുറിച്ചോണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഇത് ബോധ്യമായിട്ട് മാറ്റണം. ഉപരി നന്മയെ ലക്ഷ്യമാക്കിയുള്ള ഒരു കരുത്താണ് അവർക്ക് ഈ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ബലമായി മാറിയത്. 4-ാമത്തെ ഒരു കാര്യം ദൈവാശ്രയബോധം. ദൈവത്തിനിങ്ങനെ അഭയം ഗമിക്കുകയാണ്. അത് വിദേശത്തും സ്വദേശത്തുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ തൊഴിൽ കിട്ടുവോളം, സുരക്ഷിതമാകുവോളം എന്തുമാത്രം ദൈവാശ്രയബോധം ഉണ്ടായിരുന്നറിയാമോ? അന്ന് നൈറ്റ് വിജിലിനും പള്ളിയിലെ പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമൊക്കെ ഓടിക്കൂടുമായിരുന്നു. സുരക്ഷിതമായി കഴിയുമ്പം ഇത്തരം അവബോധങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് അപകടകരമാണ് എന്നുകൂടെ അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഉൽപ്പത്തി 28:15 പറയും, നീ എവിടെ പോയാലും നിന്നെ കാത്തു പരിപാലിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ തമ്പുരാൻ അങ്ങനെയായിരുന്നു. ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ തണലായും തുണയായും സങ്കേതമായും സാന്ത്വനമായിട്ടുമൊക്കെ തമ്പുരാൻ ഉണ്ടായിരുന്നു. അവന് തമ്പുരാൻ മാത്രമേ അഭയഗേഹമായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്നൊക്കെ മാറുമ്പം അപകടമുണ്ടെന്നുള്ള ഓർമ്മകൾ നെഞ്ചിൽ സൂക്ഷിക്കണേ. 5-ാമത്തെ അവസാനത്തെയും കാര്യം, മുറിവുകളെ അതേകിയവരെ അങ്ങ് വിട്ടുകളഞ്ഞേക്കുക. ഒത്തിരി വേദനിപ്പിച്ചവർ, മുറിവേകിയിട്ട് ഒട്ടും പരിഗണിക്കാതെ കടന്നുപോയവർ, അവരോടൊക്കെ കാണിച്ച ഒരു സമീപനം, ക്ഷമിക്കുന്ന സമീപനം. ഉൽപ്പത്തി 45:5 നമ്മളിങ്ങനെ വായിക്കും, എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പേ ഇവിടെ അയച്ചത്. അത് ജോസഫിൻ്റെ വാക്കുകളാണ്. ജോസഫിനെ വിറ്റതും അവൻ നാടുകടത്തപ്പെട്ടതുമൊക്കെ സങ്കടത്തോടു കൂടെ ഓർക്കുന്ന സഹോദരന്മാരോട് പറയാണ്, പേടിക്കൊന്നും വേണ്ട, തമ്പുരാൻ വിട്ടത്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കം ഇതാണ്. നമ്മൾ ഓരോരുത്തരും ഒരു പ്രവാസത്തിൻ്റെ കാഴ്ചപ്പാട്. ദൈവം എവിടെയായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രതീക്ഷിക്കുന്നുണ്ട്. വല്ലാത്ത ചങ്കുറപ്പുള്ള ഒരു ജീവിതം ഈ പ്രവാസിക്കുണ്ടായിരുന്നു. ഏൽപ്പിച്ചവരോടും ഏൽപ്പിച്ചതിനോടുമുള്ള അടങ്ങാത്ത ഒരു അടുപ്പമുണ്ടായിരുന്നു. ഉപരി നന്മയെ ലക്ഷ്യമാക്കിയുള്ള ഒരു യാത്രയായിരുന്നു. ദൈവാശ്രയബോധം വല്ലാണ്ടുണ്ടായിരുന്നു. ഒടുവിൽ മുറിവേകിയവരെയും മുറിവുകളെയും എത്ര ആരോഗ്യകരമായിട്ടാണ് കൈകാര്യം ചെയ്തത്. ഈ കാലത്ത് നമ്മൾ ആർജിക്കേണ്ടത് ഇതേ മനസ്സാണ്. അതിന് പിൻബലമായിട്ടാണ് പറഞ്ഞത്, സഹോദര സ്നേഹത്തെ വളർത്തണം, ആതിഥ്യ മര്യാദ മറക്കരുത്. അങ്ങനെ മാലാഖമാരോട് പോലും ശുശ്രൂഷയുടെ അനുഭവത്തോടെ ചരനാവണം. ഈ ഒരു ചൈതന്യത്തിലേക്ക് നമുക്കും വളരാൻ കഴിയട്ടെ. നമ്മുടെ പ്രിയപ്പെട്ടവരെ ഈ കാഴ്ചപ്പാടിൽ കാണാനാവട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർമ്മപ്പെടുത്തും പോലെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തിയവരോടൊക്കെ ആദരവ് കാണിച്ച് അനുഗ്രഹീതരാകാം. നമുക്കും പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ ചെറു ജീവിതത്തെ അങ്ങ് സ്വപ്നം കണ്ട വിധമൊന്ന് മാറ്റാൻ, അങ്ങയുടെ ആഗ്രഹപ്രകാരമൊന്ന് രൂപാന്തരപ്പെടുത്താൻ അഭിഷേകം തരണമേ. ഞങ്ങളെ കുറേയും കൂടെ നല്ല മനുഷ്യരാക്കണേ. കണ്ണു തുറന്നും കാതു തുറന്നും ഹൃദയം തുറന്നും സ്വീകരിക്കാൻ, സമീപിക്കാൻ അഭിഷേകം തരണേ. അമ്മയെ പ്രാർത്ഥിക്കണേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.